ബി.ജെ.പി. ഇരിട്ടി മണ്ഡലം നേതൃയോഗവും ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണ ചടങ്ങും മാരാർജി ഓഡിറ്റോറിയത്തിൽ നടന്നു. ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം പി. സത്യപ്രകാശൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യത്തെ ഉരുക്കു വ്യവസായ മന്ത്രിയായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി ഭാരതത്തിലെ വ്യവസായ മേഖലയ്ക്ക് അസ്ഥിവാരമിട്ട പ്രമുഖ ഭരണതന്ത്രജ്ഞനായിരുന്നു എന്ന് പി. സത്യപ്രകാശൻ മാസ്റ്റർ പറഞ്ഞു. ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണ ദിനമാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യത്തെ ഉരുക്കു വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. കോൺഗ്രസ്സുകാരനല്ലാതിരുന്നിട്ടും മഹാത്മജിയുടെ താല്പര്യപ്രകാരം തൻ്റെ ഒന്നാമത്തെ ഗവൺമെൻറ്റിൽ ശ്രീമാൻ നെഹ്റുവിന് ശ്യാമപ്രസാദ് മുഖർജിയെ ഉൾപ്പെടുത്തേണ്ടി വന്നു. കൽക്കത്തയിലെ ഏറ്റവും പ്രമുഖ വിദ്യാസമ്പന്നരായ കുടുംബത്തിൽ ജനിച്ച ശ്യാമപ്രസാദ് മുഖർജി വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടാണ് അറിയപ്പെട്ടത്. പക്ഷേ നെഹ്റു തൻ്റെ ഗവൺമെൻറ്റിൽ അദ്ദേഹത്തെ ഉരുക്ക് വ്യവസായ വകുപ്പിലേക്കാണ് നിയമിച്ചത്. പക്ഷെ നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടി. ഭാരതത്തിൽ ഇന്ന് കാണുന്ന വ്യവസായ മേഖലയുടെ അസ്ഥിവാരമിട്ട പ്രമുഖനായ ഒരു ഭരണതന്ത്രജ്ഞനായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. നെഹ്റുവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കേവലം വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമായിരുന്നില്ല, നയപരമായ അഭിപ്രായ വ്യത്യാസം. അത് പ്രത്യേകിച്ചും ഭാരതത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ അത് തുറന്നു പറഞ്ഞുകൊണ്ട് നെഹ്റു മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് പുറത്തു വരികയായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. ഗോൾവാൾക്കർ അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുമായി ആലോചിച്ച് ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഭാവി ഭാരതത്തിന് ഉതകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകൃതമാക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. ദീനദയാൽ ഉപാധ്യായ പോലെയുള്ള ലാൽകൃഷ്ണ അഡ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയും ബൽരാജ് മധോക്കിനെയൊക്കെ പോലെയുള്ള പ്രമുഖരായ സംഘ പ്രചാരകന്മാർ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് അദ്ദേഹത്തെ സഹായിച്ചു. തുടർന്ന് ഭാരതീയ ജനസംഘ രൂപീകൃതമായി. ആദ്യത്തെ പ്രക്ഷോഭം നമ്മുടെ ഐക്യത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന ഏക് രാഷ്ട്രമേ ദോ പ്രധാൻ ദോ വിധാൻ ദോ നിശാൻ നികി ചലേക എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രത്തിന് രണ്ട് പ്രധാനമന്ത്രി, രണ്ട് നിയമ സംവിധാനം, രണ്ട് പതാക അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്നത്തെ കാശ്മീരിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ളയുടെ ഭരണത്തിലുള്ള കാശ്മീരിലേക്ക് ജാഥ നയിച്ചു. അദ്ദേഹത്തെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്ത് കാരാഗൃഹത്തിലയച്ച് തുടർന്ന് വ്യത്യസ്തങ്ങളായ പ്രക്ഷോഭങ്ങൾ ഭാരതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പക്ഷേ അന്നത്തെ ഭരണാധികാരിയായ നെഹ്റു ഒരു ചുക്കും ചെയ്യാൻ തയ്യാറായില്ല. ഷെയ്ഖ് അബ്ദുള്ളയുടെ കാരാഗൃഹത്തിൽ ഡൽഹിയിലെയും ശ്രീനഗറിലെയും ഗൂഢാലോചന ഫലമായിട്ടാണ് ജനസംഘത്തിൻ്റെ ആദിത്യത്തെ അഖിലേന്ത്യാ അധ്യക്ഷൻ കൊല്ലപ്പെടുന്നത്.